അതെ അതെ, അത് കാണുമ്പോൾ മനസ്സിലാവും. അതെ അതെ, സായ സാറിന്റെ ഒരു ശരി എക്സ്പീരിയൻസ് വെച്ചിട്ട് പുള്ളി ഒരു സിനിമ ചെയ്തപ്പോ നന്നായിട്ട് വന്നു തോന്നിയിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് ഡയറക്ഷൻ അല്ലേ, അപ്പൊ അതിന്റേതായ ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. ഇത്ര നാളെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ഒരു സാധനത്തിൽ നിന്ന് നല്ല ഡിഫറൻസ് ആയിട്ടൊരു പരിപാടിയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. മാനിഫെസ്റ്റേഷനും അങ്ങനെയൊക്കെ ഒരു പുതിയൊരു കോൺസെപ്റ്റില് ട്രൈ ചെയ്തതാണ്. നന്നായിട്ടാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് എന്തായാലും കാണണം. എല്ലാവർക്കും റിവ്യൂ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയാം. ആരും എടുക്കാത്തൊരു സബ്ജക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾ മൂവി കണ്ടോന്ന് എനിക്കറിയില്ല, എന്തായാലും എല്ലാവരും വാച്ച് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് റിവ്യൂ പറയാൻ മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങളും വന്നിട്ട് ആ മൂവി ഒന്ന് വാച്ച് ചെയ്യണം. കാരണം ഇതുവരെ ആരും ഡിസ്കസ് ചെയ്യാത്തൊരു സബ്ജക്റ്റും നമ്മൾ കണ്ടിറങ്ങിപ്പോയ ഇപ്പോഴത്തെ സിനിമകൾ എന്നല്ല, പൊതുവെ നമ്മൾ സിനിമകൾ ചെയ്യുന്നത് കണ്ടിറങ്ങി അത് അപ്പോഴത്തെ ഒരു എൻജോയ്മെന്റിൽ നമ്മൾ പോകും. പക്ഷെ ഈ ഒരു മൂവി നമ്മൾ കണ്ടിറങ്ങിയാലും വീണ്ടും വീണ്ടും അതിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ തന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ സ്വാമി സാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഏജിന്റെ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അത്രയും അതെ അതെ, ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ പുതിയൊരു ഡയറക്ടർ ചെയ്തൊരു മൂവി എന്നുള്ള രീതിയിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു മൂവി കാണാൻ പറ്റില്ല. കാരണം സ്വാമി സാർ അത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അയ്യോ സാറിന്റെ പുതിയ മൂവിയിലൊന്നും അങ്ങനെ വിചാരിക്കില്ല. പിന്നെ എന്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഫസ്റ്റ് ഡയറക്ഷൻ നമ്മൾ പറയുന്ന ഈ മൂവിയിൽ അതിലെ ഹീറോ ആൻഡ് വോയിസ് കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആക്ച്വലി എന്താ പറയാ, ഫാമിലി ഓറിയന്റഡ് ആണ്, നല്ലൊരു ത്രില്ലർ ഫീൽ ആണ്. ക്ലൈമാക്സ് നന്നായിട്ടുണ്ട്, ധ്യാൻ നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈച്ച് ആൻഡ് എവരി ആർട്ടിസ്റ്റിന് ഒരു സ്പേസ് ഉണ്ട് മൂവിയിൽ, നന്നായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. ടിൽ ദ ലാസ്റ്റ് സെക്കൻഡ് വരെ നമുക്ക് ഒരിക്കൽ പോലും ബോറടിക്കാതെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ അവസരം നിന്ന സ്വാമി സാറിന് താങ്ക് യു. ധ്യാന്റെ യൂഷ്വൽ മൂവി പോലെ അല്ലാതെ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കോമിക് ടൈപ്പ് അല്ല, പക്ഷെ എസ്.എൻ. സ്വാമി എന്ന് പറഞ്ഞ ലെജൻഡിന്റെ ഫസ്റ്റ് ആക്ഷനിലെല്ലാം അതിന്റെ അകത്ത്